മട്ക ഫലൂദ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നല്ല ഈസിയാണ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഞാനിവിടെ 3 കപ്പ് പാല് ഒരു പാനിൽ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ബോയിലായി കഴിഞ്ഞാൽ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് തിക്കാക്കി എടുക്കണം. ഈ 3 കപ്പ് പാല് ഒരു 2 കപ്പിലും താഴെയായിട്ടാവുന്നത് വരെ ഇത് നന്നായിട്ട് ഒന്ന് തിക്കാക്കി എടുക്കണം. ഇപ്പോൾ ഇത് തിളച്ചിട്ടുണ്ട്. ഇനി ഇത് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നന്നായിട്ടിത് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ സൈഡിൽ നിന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതൊന്ന് വറ്റിച്ചെടുക്കാം. ഈ പാലൊന്ന് തിക്കാവുമ്പോൾ ഇതിൻ്റെ കളറൊക്കെ കുറച്ചൊന്ന് മാറി വരും. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഞാനിതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് തിക്കായി കളറൊക്കെ കുറച്ചൊന്ന് ചേഞ്ചായി ഒന്ന് നല്ലപോലെ തിക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെങ്കിൽ 4 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. കുറച്ച് ഏലക്ക പൊടിച്ചതുകൂടി ഇട്ട് കൊടുത്തിട്ട് ഇനി ഇതൊന്ന് നന്നായിട്ട് തിളപ്പിച്ച് കുറച്ചും കൂടി ഒന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ ഇത് നല്ല തിക്കായി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് ബൗളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിനെ ഒന്ന് തണുത്ത് വരട്ടെ, നന്നായിട്ടൊന്ന് തണുത്ത് വരണം. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് ഫലൂദ സേവ് ഇതുപോലെ വേവിച്ചിട്ട് കുറച്ച് ഗ്രീൻ കളർ ചേർത്ത് വെച്ചിട്ടുണ്ട്. കളർ ചേർക്കുന്നത് ഓപ്ഷണലാണ്. പാല് നമ്മൾ വറ്റിച്ച് വെച്ചിട്ടുള്ളതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, നന്നായിട്ടൊന്ന് തണുത്ത് കിട്ടാനായിട്ട്. ഇനി ഇതുപോലുള്ളൊരു മണ്ണിൻ്റെ പാത്രം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഐസ്ക്രീം ഇട്ട് കൊടുത്തിട്ടുണ്ട്. വാനില ഫ്ലേവേർഡ് ഐസ്ക്രീമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള റബ്ഡിയും പിന്നെ വേവിച്ച് വെച്ചിട്ടുള്ള സേവും കുറച്ച് കസ്കസ് സോക്ക് ചെയ്തിട്ടുള്ളതുകൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നല്ല പഴുത്ത മാങ്ങ ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് പിസ്തയുടെ ഐസ്ക്രീമും കുറച്ച് പിസ്ത നട്ട്സ് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു ചോക്ലേറ്റിൻ്റെ ഒരു സ്റ്റിക്കും വെച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവറിലുള്ള ഐസ്ക്രീമൊക്കെ വെച്ചിട്ട് ഇത് കഴിക്കാവുന്നതാണ്. ഞാനെടുത്തിട്ടുള്ള ഈ ഐസ്ക്രീം ഗോൾഡൻ വാനില എന്ന് പറഞ്ഞിട്ടുള്ള ഐസ്ക്രീമാണ്. അതാണ് ഈ ഒരു കളറിലിരിക്കുന്നത്. ഐസ്ക്രീമും ഫലൂദ സേവും റബ്ഡിയും കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയോ അല്ലെങ്കിൽ ഇതുപോലെ നട്ട്സൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഇത് ചെയ്തെടുക്കാവുന്നതാണ്. ലാസ്റ്റ് ഇതിലേക്ക് കുറച്ച് റോസ് സിറപ്പും നട്ട്സ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ട്രൈ ആക്കി നോക്കുക. താങ്ക്